ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളും പഠനശേഷം OPT, CPT വിസകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളി ഉദ്യോഗാർത്ഥികളും അവരുടെ മാതാപിതാക്കളും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന അറിയിപ്പാണ് ഇപ്പോൾ US ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും USCIS ചേർന്ന് വിദേശ വിദ്യാർത്ഥികളുടെ തൊഴിൽ നിയമങ്ങളിൽ വൻതോതിലുള്ള പരിശോധനകളും ഓഡിറ്റുകളും ആരംഭിച്ചിരിക്കുന്നു. ചെറിയൊരു ആസൂത്രിത പിഴവോ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് പോലും വിദ്യാർത്ഥികളുടെ വിസ ഉടനടി റദ്ദാക്കപ്പെടാനും ഭാവിയിൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് സ്ഥിരമായ വിലക്ക് നേരിടാനും സാധ്യതയുള്ള നിർണായക ഘട്ടമാണിത്. എന്തുകൊണ്ടാണ് US ഭരണകൂടം ഇപ്പോൾ ഇത്തരം ഒരു ശക്തമായ പരിശോധനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ F1 വിസയിൽ പഠനം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രായോഗിക പരിശീലന കാലയളവാണ് OPT. കൂടാതെ പഠനത്തോടൊപ്പം ചെയ്യുന്ന ഒന്നാണ് CPT. സാധാരണയായി ഒരു വർഷത്തെ OPT ആനുകൂല്യവും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ അധിക STEM OPT ആനുകൂല്യവും ലഭിക്കാറുണ്ട്. എന്നാൽ ഈ വിസ കാലയളവിൽ ചില കൺസൾട്ടൻസികളും ഏജൻസികളും വ്യാജ ഓഫർ ലെറ്ററുകൾ നൽകി വിദ്യാർത്ഥികളെ US തുടരാൻ സഹായിക്കുന്നതായി US ഫെഡറൽ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ കർശനമായ ലീഗൽ ഓഡിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പുതിയ ഓഡിറ്റ് പ്രക്രിയയിലൂടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രധാനമായും 3 കാര്യങ്ങളാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഒന്നാമതായി, വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്ന സ്ഥാപനവും അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ച പ്രധാന വിഷയവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച വിദ്യാർത്ഥി ചെയ്യുന്ന ജോലി ആ മേഖലയിൽ തന്നെയാണോ എന്ന് വ്യക്തമാക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഡിറ്റർമാർ ആവശ്യപ്പെടും. രണ്ടാമതായി, വ്യാജ കമ്പനികളുടെ പേരിൽ പേപ്പർ വർക്കുകൾ മാത്രം ഉണ്ടാക്കി വസിക്കുന്നവരെ കണ്ടെത്താൻ കമ്പനികളിൽ നേരിട്ടുള്ള ഓൺസൈറ്റ് പരിശോധനകൾ, അതായത് സൈറ്റ് വിസിറ്റ് ഉണ്ടാകും. മൂന്നാമതായി, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പളവും അതിന്റെ പേറോൾ രേഖകളും ടാക്സ് റിട്ടേൺ സമർപ്പിച്ച വിവരങ്ങളും കൃത്യമായി പരിശോധിക്കും. മലയാളി വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നത് വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി വലിയ ബാങ്ക് വായ്പയെടുത്തും സമ്പാദ്യം ഉപയോഗിച്ചും എത്തുന്ന മലയാളി വിദ്യാർത്ഥികൾ പലപ്പോഴും പഠനം കഴിഞ്ഞയുടൻ ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ താൽക്കാലികമായി ലഭിക്കുന്ന ഏത് വാഗ്ദാനവും സ്വീകരിക്കാറുണ്ട്. അൺപെയ്ഡ് വോളണ്ടിയർ ജോലികൾ ചെയ്യുമ്പോഴോ മൂന്നാം കക്ഷി കൺസൾട്ടൻസികൾ വഴി ജോലി ചെയ്യുമ്പോഴോ അവർ നൽകുന്ന വിവരങ്ങൾ കൃത്യതയില്ലെങ്കിൽ അത് വലിയ നിയമക്കുരുക്കായി മാറും. നിങ്ങൾ അറിയാതെ ആ കമ്പനി ഏതെങ്കിലും രീതിയിൽ US ഭരണകൂടത്തിന്റെ കറുത്ത പട്ടികയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെയും സെവിക്സ് റെക്കോർഡ് ഒറ്റയടിക്ക് അവസാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിലവിൽ OPT അല്ലെങ്കിൽ CPT വിസകളിൽ തുടരുന്ന വിദ്യാർത്ഥികളും വരാനിരിക്കുന്ന ബാച്ചുകളിലെ വിദ്യാർത്ഥികളും അടിയന്തരമായി സ്വീകരിക്കേണ്ട 4 പ്രധാന മുൻകരുതലുകളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ സെവിക്സ് റെക്കോർഡ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വിലാസം, ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര്, മാതൃസ്ഥാപനത്തിന്റെ വിലാസം എന്നിവയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സർവകലാശാലകളിലെ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യലിനെ വിവരമറിയിച്ച് സെവിക്സ് പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യണം. രണ്ടാമതായി, STEM OPT വിസയിലുള്ള വിദ്യാർത്ഥികൾ നൽകുന്ന ഫോം I-983 ട്രെയിനിങ് പ്ലാൻ വളരെ കൃത്യതയുള്ളതായിരിക്കണം. നിങ്ങൾ സ്ഥാപനത്തിൽ ചെയ്യുന്ന കൃത്യമായ ചുമതലകളും അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പരിശീലനവും സൂചിപ്പിക്കുന്ന ഈ രേഖയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ പാടില്ല. കമ്പനിയിലെ എംപ്ലോയർ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. മൂന്നാമതായി, ഏതെങ്കിലും കാരണവശാൽ വോളണ്ടിയർ അല്ലെങ്കിൽ അൺപെയ്ഡ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് 20 മണിക്കൂറെങ്കിലും നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ടൈം ഷീറ്റുകൾ, ഇമെയിൽ ആശയവിനിമയങ്ങൾ, പ്രൊജക്ട് റിപ്പോർട്ടുകൾ എന്നിവ കൈവശം സൂക്ഷിക്കുക. ഓഡിറ്റ് വേളകളിൽ ഇത് സമർപ്പിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. നാലാമതായി, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, W2 ഫോമുകൾ, പേ സ്റ്റാമ്പുകൾ, ഒപ്പം പാസ്പോർട്ടിലെ എല്ലാ വിസ സ്റ്റാമ്പിങ്ങും ഡിജിറ്റലായും ഫിസിക്കലായും സുരക്ഷിതമായി സൂക്ഷിക്കുക. അമേരിക്കൻ വിസ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരിശോധനകളിൽ യാതൊരുവിധ ആശങ്കയും വേണ്ടതില്ല. എന്നാൽ വിസ കാലാവധി നീട്ടിയെടുക്കാൻ തെറ്റായ വഴികൾ തേടുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും. പ്രവാസി മലയാളി കുടുംബങ്ങൾ തങ്ങളുടെ മക്കളുടെ US വിസ സ്റ്റേറ്റസും തൊഴിൽ വിവരങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രം അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വിദേശ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ നിയമങ്ങളും പോളിസികളും ഉണ്ടാക്കുന്ന എല്ലാ പുതിയ മാറ്റങ്ങളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.